സപ്ലൈകോയിലെ വിലവർധന സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. വിലവർധന സഭയിൽ ഉന്നയിക്കാഞ്ഞത് സഭയോടുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം സഭയ്ക്ക് പുറത്തു പറയുന്നത് ഈ സഭയോടുള്ള അവഹേളനമാണ് എന്ന് ഇത് മുൻപൂടെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. സാർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നൊരു വിഷയം സഭയിൽ പ്രഖ്യാപിക്കണമായിരുന്നു. സർക്കാരിൻ്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു. സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതമുണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാൻ ഇടയാകുകയും ചെയ്യും. കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പുറത്ത് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നായിരുന്നു മന്ത്രി GR അനിലിന്റെ മറുപടി. ശാസ്ത്രീയമായ സബ്സിഡി വർധന അനിവാര്യമാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഞാൻ പുറത്ത് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ. അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധം. നടുത്തളത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ വിത്ത് ഡ്യൂ റെസ്പെക്ട് ഇവിടെ ഒരുപാട് നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്തു. വിത്ത് ഡ്യൂ റെസ്പെക്ട് പ്ലീസ് നോ ഇറ്റ് കാൻ പെർമിറ്റ് പ്ലീസ് ഓർഡർ സോ നോ you had speak in this several times in this law. sorry ശ്രദ്ധ ഞാൻ പറഞ്ഞല്ലോ വിത്ത് ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി. ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ TP രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. പ്ലീസ് അംഗങ്ങൾ മൈക്രോഫോൺ യൂസ് ചെയ്യണം, ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം. പ്ലീസ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം പ്ലീസ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കി. വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിച്ച് ധനവിനിയോഗ ബിൽ ചർച്ചയില്ലാതെ പാസാക്കി. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഷഫീദ് റാവുത്തർ നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് നിയമസഭയിൽ ഉണ്ടായത്? സബ്മിഷനായിട്ടാണ് പ്രതിപക്ഷം ഇന്ന് സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് സഭയിലേക്ക് എത്തിച്ചത്. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് വർധനവ് സഭ സമ്മേളിക്കുമ്പോൾ ഒരു കാര്യം സഭയ്ക്കകത്ത് പറയാതെ പുറത്ത് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് സഭാ ചട്ടത്തിന് ലംഘനമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഒരു കാരണവശാലും സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് സർക്കാർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടും അതിന് വിപരീതമായ കാര്യങ്ങൾ ഉണ്ടായെന്നും സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും പ്രതിപക്ഷം സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നാലെ മറുപടി പറഞ്ഞ മന്ത്രി GR അനിൽ പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പുറത്ത് ചട്ടം ലംഘിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തത വരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും നിലപാടെടുത്തു. കൂടാതെ സബ്സിഡി 25% നിന്നും 35% ഉയർത്തുകയാണ് ചെയ്തത്. വില നേരത്തെയും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ടെന്നും മാത്രവുമല്ല സപ്ലൈകോ പ്രതിമാസ സബ്സിഡി ബാധ്യത 35 കോടിയാണെന്നും അത് പരിഹരിക്കാൻ ചെറിയ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി GR അനിൽ നിലപാടെടുത്തു. ഇതോടുകൂടി സഭയിൽ കാര്യമായിട്ടുള്ള പ്രതിപക്ഷ ബഹളമുണ്ടായി. സ്പീക്കർ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. മാത്രമല്ല ചെയറിന് മുൻപ് സഭാ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം നടത്തി. ഈ പ്ലക്കാർഡിൽ എഴുതിയ മുദ്രാവാക്യങ്ങൾ തന്നെ അത് ഈ സർക്കാർ അല്ലിത് കൊള്ളക്കാർ, മാത്രവുമല്ല ഈ കേരളം കൊള്ളയടിച്ച് PV & കമ്പനി എന്നുള്ള ബാനറാണ് സ്പീക്കറുടെ ഡയസിന് മുകളിലടക്കം വെച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയത്. അതിന് പിന്നാലെ ഒരു വേള ഭരണപക്ഷ അംഗങ്ങൾ കൂടി നടുത്തളത്തിലേക്ക് എത്തി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ പരസ്പരം പോർ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടെയാണ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് സ്പീക്കർ കടക്കുകയും ചെയ്തത്. പ്രതിപക്ഷം ചെയ്യുന്നത് ശരിയായ രീതിയിൽ എന്നൊരു ഓർമ്മപ്പെടുത്തൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് പലതവണ ഉണ്ടായി. തുടർന്നാണ് വോട്ട് ഓൺ അക്കൗണ്ട് ചർച്ചയില്ലാതെ ഈ ധനകാര്യ ബിൽ പാസാക്കി വോട്ട് ഓൺ അക്കൗണ്ടും പാസാക്കി 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം അവസാനിപ്പിച്ചത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.